ഹായ് ഹലോ, നമ്മളിപ്പോ ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ സൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുഷ്പമേള കാണാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു തോണിയൊക്കെ വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 24 വരെയാണ് ഇവിടെ പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവിടെ പുഷ്പമേള സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ടിക്കറ്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ ചെടികളും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പിങ്കും ഓറഞ്ചും മഞ്ഞയും അങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ കളറിലുള്ള ചെടികളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഈവനിങ് ടൈമിലാണ് അവിടേക്ക് പോയത്. ആ സമയത്ത് വളരെ കുറവ് ആളുകളാണ്, ഞാൻ പോകുന്ന സമയത്ത് വളരെ കുറവ് ആളുകളാണ് വന്നു തുടങ്ങുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഒരു ഈവനിങ് ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളുമായിട്ടൊക്കെ ചിൽ ഔട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് 50 റുപ്പീസ് വർത്ത് ആണ് ഇവിടം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ പോയ സമയം ഒത്തിരി തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അതുപോലെ ഓരോ ചെടികളുടെ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് നേരം ആസ്വദിക്കാനുമുള്ള സമയം എനിക്ക് കിട്ടി. ഇവിടെയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ടൗട്ട്സും അവിടെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു കേട്ടോ എല്ലാം. നമുക്ക് എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിലുള്ള ചെടികളായിരുന്നു എല്ലാം. നല്ല പിങ്ക് കളറിലുള്ള ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പല പല കളറിലുള്ള ചെടികൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒത്തിരി ആളുകൾ അവിടെ പല സ്ഥലങ്ങളിൽ വന്ന് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചെടികൾ കണ്ട് ആസ്വദിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. നമുക്കത് തൊടാനോ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഫുൾ സെക്യൂരിറ്റി ആണ്. നമ്മൾ എവിടെയെങ്കിലും തൊടുകയോ ഏതെങ്കിലും ചെടികളോ ഈവൻ നമ്മൾ അതിൻ്റെ പുൽത്തകിടി കയറിയാൽ പോലും വിസിലടിച്ച് അവർ നമ്മളെ മാറ്റും. അതുകൊണ്ട് വളരെ ക്ലീൻ ആണ്, വളരെ വൃത്തിയായിട്ടാണ് അവരെല്ലാം സൂക്ഷിക്കുന്നത്. കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പുഷ്പമേള മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് വിവിധ തരം സ്റ്റാളുകൾ കാണാനായിട്ട് സാധിക്കും. അവിടെ ഫർണിച്ചർ എക്സിബിഷൻസ് ഉണ്ട്, കൊച്ചു കൊച്ചു സ്റ്റാൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ട്സ് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഒരു സീഡ് നഴ്സറിയിലാണ്. ഇവിടെ പല തരത്തിലുള്ള വിത്തുകൾ 20 രൂപ റേഞ്ചിലൊക്കെ ഉള്ള പലതരം വിത്തുകൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫർണിച്ചർ എക്സിബിഷനിലേക്കാണ് പോകുന്നത്. അവിടെ കുറച്ച് ഫർണിച്ചേഴ്സ് എല്ലാം എക്സിബിഷന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ. അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പെൻസിൽ, അതുപോലെ കിച്ചൺ ആക്സസറീസ്, അതുപോലുള്ള ഒത്തിരി സാധനങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കിച്ചൺ ആക്സസറീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. എടുത്തു പറയേണ്ട ഒന്നാണ് കോഴിക്കോടൻ ഹൽവ. കോഴിക്കോടൻ ഹൽവ അവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അവർ തരും. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറിലുള്ള കോഴിക്കോടൻ ഹൽവ അവിടെ ഉണ്ട്. പിന്നെ ബുക്ക് സ്റ്റാൾസ്, പപ്പടത്തിന്റെ സ്റ്റാൾ, വിവിധ തരം പപ്പടത്തിന്റെ സ്റ്റാൾ ഉണ്ട് അവിടെ. ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സെഷൻ ആയിരിക്കും മുട്ടായികളുടെ സ്റ്റാൾ. അതായത് പലതരം മുട്ടായി, നമ്മുടെ പഴയ ബാല്യകാലം ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സിഗരറ്റ് മുട്ടായി, കോയിൻ മുട്ടായി, അങ്ങനെ പലതരത്തിലുള്ള മിഠായികളുണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ അച്ചാറുകൾ, വിവിധ തരം അച്ചാറുകൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനും തരുന്നതാണ്. പിന്നെ അത്തറുകൾ, മണമുള്ള പല റേഞ്ചിലുള്ള അത്തറുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പൈസസിന്റെ സെഷനിലാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഗ്രാമ്പ്, ഏലക്ക, അതുപോലെയുള്ള കുരുമുളക്, അതുപോലെയുള്ള ഒരുപാട് സ്പൈസസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ്ക്രീം, പിന്നെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ആദ്യം നമ്മൾ കാണുന്നത് പായസമേളയാണ്. അവിടെ ഒരുപാട് തരം വ്യത്യസ്തമായ പായസമുണ്ട്. പൈനാപ്പിൾ പായസം, ചെറുപയർ പായസം. അത് കഴിഞ്ഞതിന് ശേഷം സ്നാക്സിന്റെ സെഷനിലേക്കാണ് വരുന്നത്. കപ്പയും മീൻകറിയും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുലുക്കി സർബത്ത്.
ലാസ്റ്റ് നമ്മൾ എക്സിറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെടികൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒത്തിരി ചെടികൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് ചെടികൾ വാങ്ങുന്നുണ്ടായിരുന്നു. പലതരം ചെടികളുടെ വിത്തുകളും തൈയും അതുപോലെ എല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെടിച്ചട്ടികൾ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വരുന്നത് ഒരു ഈവനിങ് ടൈമിലാണെങ്കിലും പോകുന്നത് ശരിക്കും ഒരു സന്ധ്യ ടൈമിലാണ്. നമ്മൾ വന്നതിനേക്കാളും മനോഹരമായിരുന്നു പോകുന്ന സമയത്ത്. കാരണം ഫുള്ള് ലൈറ്റ് ഇട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് വാട്ടർ ഫൗണ്ടൻ. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ്റിങ്ങലിലെ സെപ്റ്റംബർ 14 മുതൽ സെപ്റ്റംബർ 24 വരെ നടക്കുന്ന പുഷ്പമേള. അപ്പോൾ വൺ ടൈം എല്ലാവർക്കും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. താങ്ക്